എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വളരെ സജീവമായ ഒരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് മഴ തന്നെയാണല്ലേ പ്രധാനപ്പെട്ട വിഷയം, പ്രധാനപ്പെട്ട വാർത്ത. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക്, വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് രാത്രി ശക്തമായ മഴ പെയ്തു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. അപ്പോൾ സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ മഴ വിവരങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരും. വി അരുൺ, ജി ശ്രീജിത്ത്, നവമി ദിനേശ്, ശശി നാരായണൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. ഒപ്പം സംസ്ഥാനത്തെ മൊത്തമുള്ള മഴയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളത് കൂടി ഒന്ന് പരിശോധിക്കാം. വി അരുണിലേക്കാണ് ആദ്യം ഞാൻ പോകുന്നത്. വി അരുൺ, വെരി ഗുഡ് മോർണിംഗ്. തലസ്ഥാനത്ത് നല്ല മഴയാണ്. ഇന്നലെ രാത്രിയും അതിശക്തമായ മഴ പെയ്തു. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വെള്ളക്കെട്ടിലാണ്, ദുരിത ജീവിതത്തിലാണ് തലസ്ഥാനവാസികളുള്ളത്. എന്താണ് ഇന്നത്തെ ഒരു സാഹചര്യം? അറിയാം, അല്പം ആശ്വാസത്തിലുള്ള വകയാണ് രാവിലെ തലസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. മഴ അലർട്ടൊക്കെ ഉണ്ടെങ്കിലും കാര്യമായ മഴ ഈ രാവിലെ പെയ്യുന്നില്ല. രാത്രിയും വെളുപ്പിന് 4 മണി 5 മണി സമയത്തുമൊക്കെ മഴയുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. വലിയ ആശ്വാസമാണ് തലസ്ഥാനവാസികൾ. കാരണം ഈ മഴ, വേനൽ മഴ തുടങ്ങിയ സമയം മുതൽ ഇടവപ്പാതി എത്താനിരിക്കുന്നു. അതിനു മുമ്പ് തന്നെ ആദ്യത്തെ മഴയിൽ തന്നെ തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു. വെള്ളത്തിൽ മുങ്ങുക മാത്രമല്ല, നമുക്കറിയാം ഇപ്പോൾ സ്മാർട്ട് റോഡുകളുടെ ഭാഗമായുള്ള കുഴികൾ ആണ് നഗരത്തിൽ എവിടെയും. ആ കുഴികളെല്ലാം വെള്ളം നിറഞ്ഞ് ഇന്നലെയും ചാലയടക്കമുള്ള പ്രദേശങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം കയറി വലിയ ദുരിതമാണ്. എല്ലായിടത്തും വലിയ ദുരിതമാണ് ജനം അനുഭവിച്ചത്. നഗരസഭയ്ക്കെതിരെ വലിയ ജനരോഷമുണ്ട്, സർക്കാരിന് വലിയ ജനരോഷമുണ്ട്. മഴ പെയ്യുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്ന പരാതിയാണ് പൊതുവിൽ ഉയർന്നത്. ഏതായാലും ഇന്നലെ വെള്ളം കയറിയ പ്രദേശങ്ങളിലൊക്കെ രാത്രിയോടെ തന്നെ വെള്ളം ഇറങ്ങി. ഇന്നും ഒരു സ്ഥലത്തും അത്തരത്തിൽ വെള്ളം കയറിയ പ്രശ്നങ്ങളില്ല. ചാലയിൽ ഇന്നലെ ഒരു വീട്ടിലൊക്കെ മണിക്കൂറുകളോളം വെള്ളം കയറിയ അവസ്ഥയുണ്ടായിരുന്നു. നഗരസഭ കുറച്ചുകൂടി സജീവമായി ഇന്നലെ രംഗത്തിറങ്ങിയതും കാണാമായിരുന്നു. പരമാവധി വെള്ളം കെട്ടിനിൽക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇന്നലത്തെ ഒരു പ്രവർത്തനത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഞാനുള്ളത് കണ്ണമ്മൂല ഭാഗത്താണ്. പലപ്പോഴും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു തോടാണിത്. ഇത് ഇന്ന് ഏറെക്കുറെ വെള്ളം ഇറങ്ങിയ അവസ്ഥയിലാണ്. പക്ഷേ ഒരു അടുത്ത മഴ പെയ്താലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. എങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ മഴക്കാലം കടന്നു പോകാം എന്ന പ്രതീക്ഷയിലാണ് സർക്കാരും നഗരസഭയും ഒക്കെ ഉള്ളത്. എത്രത്തോളം സാധ്യമാണ്? പ്രത്യേക നഗരത്തിലെ കുഴികൾ, ഈ സ്മാർട്ട് റോഡുകൾക്കായി എടുത്ത കുഴികൾ പൂർണ്ണമായും മഴക്കുഴികളായി മാറുന്ന അവസ്ഥ, വലിയ അപകടം അതിലൂടെ പോലും ഉണ്ടാകുന്ന അവസ്ഥ. ഈ മാസം അവസാനത്തോടുകൂടി സ്മാർട്ട് റോഡുകളുടെ പണി പൂർത്തീകരിക്കാൻ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. അത് സാധിക്കുമോ എന്ന കാര്യത്തിലുമൊക്കെ വലിയ ആശങ്ക ഉയർന്നു വരും. നമുക്കറിയാം, സ്കൂൾ തുറക്കാൻ പോവുകയാണ് ദിവസങ്ങൾക്കപ്പുറം. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് സ്മാർട്ട് റോഡിന്റെ പണി പൂർത്തിയാക്കുക. റോഡുകൾ തന്നെയാണ് ഈ മഴയ്ക്കൊപ്പം നമ്മൾ ഈ തലസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സംഗതി, നമ്മൾ കാണേണ്ട ഒരു സംഗതി. എങ്ങനെയെങ്കിലും റോഡുകളുടെ പണി മഴക്കാലത്തിന്, ഈ പ്രഖ്യാപിത മഴ സീസണിന് മുമ്പ് പൂർത്തിയായെങ്കിൽ വലിയ ദുരന്തത്തിലേക്കുമാകും തലസ്ഥാനം പോകുക. ഏതായാലും ഇന്ന് അല്പം ആശ്വാസമുള്ള തെളിഞ്ഞ കാലാവസ്ഥയാണ് തലസ്ഥാനത്ത് ഈ സമയം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അരുണ്, ഈ തെളിഞ്ഞ കാലാവസ്ഥ ഉണ്ട് എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഈ തലസ്ഥാനത്ത് നമ്മൾ കണ്ടതാണ്, പ്രധാനമായും ഈ ചാല, തമ്പാനൂർ ഭാഗത്തൊക്കെ ഒരുപാട് ജനങ്ങൾ മറ്റുള്ള നാടുകളിൽ നിന്നും എത്തുമ്പോഴും അതേപോലെ നമ്മുടെ വാഹന ഗതാഗതത്തിനുമൊക്കെയുള്ള പ്രധാനപ്പെട്ട ഏരിയ കൂടിയാണ്. അവിടെയൊക്കെ ഈ വെള്ളക്കെട്ട് രൂക്ഷമായത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും അത്തരത്തിൽ വെള്ളക്കെട്ട് തുടരുന്ന അവസ്ഥയാണോ? ഈ മഴ ഒന്ന് മാറി നിൽക്കുന്നത് വെള്ളം ഇറങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ടോ? തലസ്ഥാനത്ത് മഴയെന്ന് പറയുമ്പോൾ പതിറ്റാണ്ടുകളായ തലസ്ഥാനം മഴയിൽ മുങ്ങും. അങ്ങനെയുള്ള വളരെ ശാസ്ത്രീയമായ ഡ്രെയിനേജ് സംവിധാനം ഉണ്ടായിരുന്ന പ്രദേശമാണ് തലസ്ഥാന ജില്ല, നഗരമേഖല. എന്നാൽ അത് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി അങ്ങനെയല്ല സ്ഥിതി. ഈ ചെറിയ മഴയിൽ പോലും വെള്ളം കയറുന്നൊരവസ്ഥ. എന്നാൽ അത് ചില പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു. ആര് സൂചിപ്പിച്ച തമ്പാനൂരിൽ വലിയ വെള്ളപ്പൊക്കം, തമ്പാനൂർ ഭാഗത്ത് പലപ്പോഴും റോഡുകളിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടാകും. കണ്ണമ്മൂല, ജഗതി പോലുള്ള, ഉള്ളൂർ പോലുള്ള ചില പ്രദേശങ്ങളിൽ ഈ തോടിന്റെ കരയിൽ താമസിക്കുന്ന ആളുകൾക്ക് എല്ലാ മഴക്കാലവും അവർക്കൊരു സ്ഥിരം
അനുഭവമായിരുന്നു വീടുകളിലേക്ക് വെള്ളം കയറുക, ദിവസങ്ങളോളം അവർ ക്യാമ്പുകളിലേക്ക് മാറുക എന്നുള്ളതൊക്കെ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. തലസ്ഥാനത്ത് ഈ ഏതാനും ചെറിയ പറയാൻ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന സ്ഥിരം വെള്ളം കയറുന്ന മേഖലകളല്ല ഉള്ളത്. എല്ലായിടത്തും ഈ അതിന് തന്നെ അടുത്ത് തന്നെ ഗൗരീശപട്ടം എന്നൊരു സ്ഥലം, അതുപോലെ ആനേറ, മണക്കാടൊക്കെ ചരിത്രത്തില്ലാത്ത തരത്തിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മണക്കാട് തോട്ടം മേഖലകളിലൊക്കെ അങ്ങനെ എല്ലായിടത്തും നഗരത്തിൽ ഏതാണ്ട് എല്ലാ ഭാഗത്തും വെള്ളം ഇരച്ചെത്തുന്ന അവസ്ഥയാണുള്ളത്. ജനങ്ങൾ വളരെ സുരക്ഷിതമെന്ന് കരുതി വീട് വാങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിൽ പോലും ദിവസങ്ങളോളം അവർക്ക് ഉള്ളിലേക്ക് കഴക്കൂട്ട മേഖല വലിയൊരു വെള്ളപ്പൊക്ക ഭീഷണിയുള്ള സ്ഥലമാണ്. ചെറിയ മഴയിൽ പോലും വെള്ളം കയറുന്ന നിരവധി പ്രദേശങ്ങൾ നമ്മൾ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ നഗരത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തും ഇത്തരത്തിൽ ഒരുപക്ഷെ ഗ്രാമീണ മേഖല ഒഴിച്ചു നിർത്തിയാൽ നഗരമേഖലയുമായി ബന്ധപ്പെട്ട നഗരവുമായി ചേർന്ന എല്ലാ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ഒരു മഴയ്ക്ക് തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വെള്ളം വീടുകളിലേക്ക് ഇരച്ചെത്തുന്ന ജനങ്ങൾ അവിടെ നിന്ന് വിട്ടുപോകാൻ നിർബന്ധിതരാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അക്ഷരാർത്ഥത്തിൽ തലസ്ഥാനം ഒരു വെള്ളപ്പൊക്ക മേഖലയായി മാറുന്നു. അത് ഏതെങ്കിലും 1-2 പ്രദേശങ്ങളല്ല, നഗരത്തിൽ പൊതുവിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. റോഡുകളുടെ അവസ്ഥ കൂടിയാകുമ്പോൾ അത് ദുരിതം ഇരട്ടിപ്പിക്കുകയാണ് ആളുകളുടെ. റോഡുകൾ ഇപ്പോഴും കുഴി തന്നെയാണ്. പ്രധാന അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്മാർട്ട് റോഡിനായി എടുത്തിട്ടുള്ള കുഴികൾ അതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന വിഷയമായി നിൽക്കുന്നത്. ഈ വെള്ളക്കെട്ട് ആ റോഡുകളെല്ലാം മഴക്കുഴികളായി മാറുന്ന അവസ്ഥ, അതോടൊപ്പം നമ്മൾ ആശങ്കയോടുകൂടി യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം അടക്കമുള്ള പ്രവൃത്തികൾ അത് ഈ മഴ എത്തുന്നതിന് ഒരു 2 ദിവസം മുമ്പാണ് ആരംഭിച്ചത് എങ്കിൽ പോലും അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ പോലും ഈ മഴ മുന്നൊരുക്കം അത് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിൽ ഉണ്ടായി എന്ന് നമ്മൾ വിലയിരുത്തണം. ഇപ്പോൾ മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന് പറയുമ്പോൾ പ്രധാനമായും തലസ്ഥാനത്തെ ഓടകളും തോടുകളും ഒക്കെ ക്ലീനിംഗ് ആണ് പ്രധാനമായും ചെയ്യേണ്ടത്. അത്തരം റോഡ് ക്ലിനിക്ക് എത്രയോ മാസങ്ങളായി നടക്കുന്നുണ്ടെന്ന് വസ്തുതയാണ്. മഴക്കാലം മുന്നിൽ കണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ നടക്കുന്നു. പക്ഷെ അതൊന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല. റോഡുകളുടെ അവസ്ഥ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് സ്മാർട്ട് റോഡുകൾ എന്നറിയണം. ഞാനിപ്പോൾ ഉള്ളത് ഈ ചെന്നിലോട് എന്ന ഭാഗമാണ്. കണ്ണമൂലയിൽ തന്നെ കുമാരപുരത്തുനിന്നൊക്കെ വരുന്ന ഒരു വഴി. അവിടെ ഈ റോഡ് തന്നെ എത്രയോ വർഷങ്ങളായി തന്നെ പറയണം ഈ രീതിയിൽ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇതിന്റെ ഈ തോടിന് സമീപമായുള്ള കലിങ്ങിന്റെ നിർമ്മാണം, ഈ സൈഡ് വാൾ കിട്ടുന്നതിനൊക്കെ വേണ്ടി തോടിന്റെ ആമിഴഞ്ചാൻ തോടിന്റെ നവീകരണത്തിന് വേണ്ടി, അതിന്റെ വീതി കൂട്ടുന്നതിന് വേണ്ടിയൊക്കെ കുഴിച്ചിട്ട റോഡാണ്. പക്ഷേ ഇപ്പോഴും ആ റോഡിന്റെ അവസ്ഥ, ഈ തോട് നമുക്ക് കാണാം. എന്തുകൊണ്ട് വെള്ളം ഒഴുകിപ്പോകുമെന്ന് ചോദിച്ചാൽ എത്രയോ ലക്ഷം എന്ന് പറയാം, എത്രയോ കോടികൾ മുടക്കി എല്ലാ വർഷവും കൃത്യമായ ബജറ്റിലും അല്ലാതെയും ഒക്കെ വിഹിതം മാറ്റിവെച്ച് നവീകരണം നടത്തുന്ന തോടാണ്. ഇവിടെ നിന്ന് ഈ തോടിൽ നിന്ന് വെള്ളം ഒഴുകി വേളി വഴി വേളി പൊഴി മുറിച്ച് കടലിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഈ വെള്ളപ്പൊക്കം പരിഹരിക്കാനുള്ള പ്രധാനപ്പെട്ട വഴി. അങ്ങനെ വെള്ളം ഒഴുകിപ്പോകുമ്പോഴാണ് ഇവിടെ നഗരം വെള്ളപ്പൊക്ക ഭീഷണി ഒഴിയുന്നത്. പക്ഷേ നമുക്കിപ്പോഴും കാണാം, ഈ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെയൊക്കെ വലിയ JCB പോലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തോട് ക്ലീനിംഗ് നടക്കുന്ന സ്ഥലമായിരുന്നു. പക്ഷേ അങ്ങനെ എന്ത് ക്ലീൻ ചെയ്തിട്ടും ഫലമുണ്ടാകുന്നില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു ഇപ്പോഴും ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. പല കോടികൾ ഈ വെള്ളത്തിലൊഴുകി വേളിക്കായലിലേക്ക് പോയതാണ്. ഇവിടെ മാത്രമല്ല, അത് പാർവതി പുത്തനാറിലും ആമഴന്തോടിന്റെ മറ്റു ഭാഗങ്ങളിലും പാറ്റൂരും അതുപോലെ തന്നെ പട്ടം തോടിന്റെ ഭാഗമൊക്കെ ഇതേ രീതി അവസ്ഥയാണ്. ഓരോ സീസണിനും അതിനു മുമ്പുമൊക്കെ ശുചീകരണം നടത്തും. പക്ഷേ അതൊന്നും പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തില്ല. ഇപ്പോഴും ഇവിടെ വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത വിധം ഒരു ഭാഗത്ത് തിട്ട കെട്ടി കാടുപിടിച്ച് കിടക്കുകയാണ്. ഇതൊക്കെ എത്രയോ കോടി രൂപ ചെലവഴിച്ച് ഈ ഭാഗത്ത് മുഴുവൻ ക്ലീൻ ചെയ്തതാണ്. ഇതിന്റെ ആഴം കൂട്ടി ഇപ്പോൾ ഈ ഒരു വെള്ളം ഇങ്ങനെ നിൽക്കാതെ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നതിനൊരു കാരണം സ്വാഭാവികമായി ഇതിന്റെ ആഴം വീതിയും ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം ഒരു ഭാഗത്ത് ഒഴിച്ചു. പക്ഷെ അപ്പോഴും ഇതിൽ 2 വശങ്ങളിലും ഇപ്പോഴും വെള്ളം ഒഴുകിപ്പോകാനാകാതെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. ഇതേ അവസ്ഥയാണ് ആമിഴഞ്ചാൻ തോടിന്റെ മറ്റു ഭാഗങ്ങളിലും പാർവതി പുത്തനാറിലുമൊക്കെ. ഇങ്ങനെ നിരവധി ലക്ഷങ്ങൾ കോടികൾ വെള്ളത്തിലൊഴുകുമ്പോഴും ശാശ്വതമായ പരിഹാരം അകന്നു നിൽക്കുന്നു. ഈ ജലം കടന്നു പോകേണ്ട വഴികൾ സുഗമമാക്കാതെ തലസ്ഥാനത്തെ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാകുമെന്ന് കരുതാനാകില്ല. ഓടകളുടെ പ്രശ്നം മറ്റൊന്നാണ്. ഓടകളിൽ ഇപ്പോഴും കൃത്യമായി അതിന്റെ ഓടകളിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള വഴികൾ പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ല. അതോടുകൂടി മാത്രമേ തലസ്ഥാനം വെള്ളക്കെട്ട് ഭീഷണിയിൽ നിന്ന് ഒഴിയുകയുള്ളൂ. ഏതായാലും അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ഇനി ഈ ഒരു മഴക്കാലം കൂടിയെങ്കിലും ദുരിതകാലമായി തന്നെ തലസ്ഥാനവാസികൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. തീർച്ചയായും വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള മഴയുടെ വിവരങ്ങൾ നൽകിയത്. ഒപ്പം തിരുവനന്തപുരത്തെ റോഡുകളുടെ സ്ഥിതി നമുക്കറിയാവുന്നതാണ്. ഈ സ്മാർട്ട് റോഡിന്റെ ഭാഗമായിട്ടൊക്കെ പ്രത്യേകം
റോഡിൽ ഇത്തരത്തിൽ കുഴി കുഴിച്ചതിന്റെ ഭാഗമായിട്ട് അതൊക്കെ മഴക്കുഴികളായി മഴക്കാലത്ത് മാറി അത് വലിയ അപകടം കൂടി ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. അതോടൊപ്പം താഴ്ന്ന പ്രദേശങ്ങളെല്ലാം പ്രധാനപ്പെട്ട സെന്ററുകൾ അടക്കം വെള്ളത്തിനടിയിലായി വീടുകളിലേക്ക് പോലും വെള്ളം കയറുന്ന ഒരു ദുരിതക്കാഴ്ച നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 3 ദിവസമായി തലസ്ഥാനവാസികളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇന്നും ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരത്ത് മഴ പെയ്യാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളും ഇത്തരത്തിൽ തിരുവനന്തപുരംകാരെ സംബന്ധിച്ച് ദുരിതപൂർണമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഇനി കോട്ടയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇപ്പൊ നമുക്ക് എറണാകുളത്തേക്ക് പോകാം. നവമി ദിനേശ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. നവമി, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് കൊച്ചിയിലെ മഴയൊക്കെ? തകർത്ത് പെയ്യുവാണോ? ആര്യ, വെരി ഗുഡ് മോർണിംഗ്. എറണാകുളത്ത് സ്ഥിതി അല്പം വ്യത്യസ്തമാണ്. ഇവിടെ മഴയൊന്നുമില്ല. ഇവിടെ നല്ല വെയില്, സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. ചെറിയ ചൂടൊക്കെ ഏറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ ഇടവിട്ട് മഴ ഉണ്ടെങ്കിൽ പോലും ഇന്ന് ഇപ്പൊ മഴ വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. എങ്കിൽ പോലും മറ്റു മുന്നറിയിപ്പുകളൊന്നും എറണാകുളം ജില്ലയെ സംബന്ധിച്ചില്ല. മലയോര മേഖലകളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇടതോരാതെ മഴ പെയ്താൽ അവിടെ നിന്ന് മാറി താമസിക്കണം. ഉരുൾപൊട്ടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ എറണാകുളം ജില്ലയിൽ മറ്റ് മുന്നറിയിപ്പുകളൊന്നും തന്നെ ഇല്ല. മത്സ്യബന്ധനത്തിന് പോകുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ പെട്ടെന്നുള്ള മഴ അതിശക്തമായി തുടരുകയാണെങ്കിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. തീരദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട്. എങ്കിൽ പോലും വീണ്ടും ഞാൻ പറയുന്നു, എറണാകുളം ജില്ലയിൽ ഇപ്പോൾ മഴയില്ല. ഇപ്പോൾ മഴയില്ലെങ്കിലും നവമി, നമ്മൾ നേരത്തെ തിരുവനന്തപുരം ജില്ലയുടെ കാര്യം പറഞ്ഞില്ലേ? ഇവിടെ സിറ്റിയിലൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വെള്ളക്കെട്ടാണ്. കൊച്ചിയുടെ അവസ്ഥ അത് തന്നെയാണ്. നമ്മൾ എല്ലാ തവണയും കാണാറുള്ളതാണല്ലോ. ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒക്കെ പൂർണ്ണമായും ഫലപ്രാപ്തിയിലായിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒറ്റ മഴയിൽ തന്നെ മുങ്ങുന്ന കൊച്ചിയാണ്? ഏതെങ്കിലും പ്രദേശത്തൊക്കെ ഇത്തരത്തിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടോ ആളുകൾക്ക് യാത്രാ ദുരിതമോ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയൊക്കെ ഉണ്ടോ? തീർച്ചയായും ആര്യ, കൊച്ചിക്കാരെ സംബന്ധിച്ച് ഈ മഴ തുടർച്ചയായി പെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ആന്തലാണ്, അല്ലെങ്കിൽ ഒരു ആശങ്കയാണ്. കാരണം വീടുകളൊക്കെ വെള്ളം കയറാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. നമ്മുടെ ഓഫീസിൽ പോലും പാർക്കിംഗ് ഏരിയ മുങ്ങുന്ന ഒരു സാഹചര്യം, വാഹനങ്ങളൊന്നും അവിടെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അത്തരത്തിൽ എറണാകുളം ജില്ലയിൽ ഒരു മഴ പെയ്താൽ, അതായത് ഒരു ദിവസം തോരാതെ മഴ പെയ്താൽ എറണാകുളം അല്ലെങ്കിൽ കൊച്ചി നഗരം വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യമാണ് നമ്മൾ ഇതിനു മുമ്പും കണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ഈ സമയത്ത് മഴ പെയ്തുവെങ്കിലും വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ടുണ്ടായില്ല. അത് തീർച്ചയായും ഈ കൊച്ചിയിലെ ബ്രേക്ക് ത്രൂ, ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തകൃതിയായി തന്നെ ഈ മഴ എത്തുന്നതിന് മുൻപ്, കാരണം അതിനു മുൻപുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ അതിനു മുൻപുള്ള ഒരു സാഹചര്യം കൊച്ചി നഗരത്തിലെ അധികൃതരെ, മേയറെ അടക്കം വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ച ഒരു സാഹചര്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം കൊച്ചി നഗരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടൊന്നും നമ്മൾ കണ്ടിരുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളെല്ലാം ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഇപ്പോഴും നടക്കുകയാണ്. ഈ ഓടകളും കാനകളും ഒക്കെ വൃത്തിയാക്കുന്നു. ഈ ഒഴുക്ക്, ഈ കായലിന്റെ ഒഴുക്കൊക്കെ സുഗമമാക്കാൻ വേണ്ടി പോളകളൊക്കെ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇതിനു മുൻപ്, അതായത് വേനലിന്റെ പകുതിയോടുകൂടി തന്നെ അത് ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇത്തവണ മഴ പെയ്താലും കൊച്ചി മുങ്ങില്ല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കൊച്ചി നഗരസഭയ്ക്ക്. എങ്കിൽ പോലും ആശങ്ക മാറ്റിവെക്കാൻ സാധിക്കില്ല. ഏത് രീതിയിലാണ്, എവിടെയാണ് ഇനി ഏതെങ്കിലും ഇടം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ ആ വഴി വെള്ളം കയറാനുള്ള അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ട്. എങ്കിൽ പോലും എല്ലായിടങ്ങളിലും കൃത്യമായി മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ഈ മേയറുടെ നേതൃത്വത്തിൽ തന്നെ, കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയും ഇതിനോടകം തന്നെ നടക്കുകയും ചെയ്തു. പിന്നൊരു ആശങ്ക ഇപ്പോൾ കളമശ്ശേരിയിൽ ഉയർന്നിരിക്കുന്ന മഞ്ഞപ്പിത്ത രോഗികളുടെ എണ്ണമാണ്. അത് ഈ പറയുന്നത് പോലെ കൃത്യമായിട്ടുള്ളൊരു വെള്ളം ഉപയോഗിക്കുന്നതിലും അടക്കം അവിടെ ഒരു ചെറിയ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. വേങ്ങൂരിലെ പോലെ ഇന്നലെ വേങ്ങൂരിൽ ഒരാൾ മരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ മഴ കൂടുമ്പോൾ, അതായത് മഴ തോരാതെ ഇത്തരത്തിൽ പെയ്യുമ്പോൾ
വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട്, തിളപ്പിച്ചാറ്റിയ വെള്ളങ്ങൾ കുടിക്കണം, അങ്ങനെയുള്ള നിരവധി നിർദ്ദേശങ്ങളും ഇതിനോടകം തന്നെ കളക്ടർ നൽകിയിട്ടുമുണ്ട്. എന്തായാലും മഴ മുന്നറിയിപ്പ് എറണാകുളം ജില്ലയിൽ ഇപ്പോൾ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോൾ കൂടിയും വരും ദിവസങ്ങളിൽ മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ മഴ പെയ്ത് തോരുന്ന ഒരു സാഹചര്യമാണ്. ഇടതോരാതെയുള്ളൊരു മഴ എറണാകുളം ജില്ലയിൽ ഇതുവരേക്കും നവമി സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ മഴക്കാലവും മഴയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ്. ഈ വേങ്ങൂരിലെയും കളമശ്ശേരിയിലെയും ഒക്കെ ഈ മഞ്ഞപ്പിത്ത ബാധ അത് ഇപ്പോൾ തൃക്കാക്കരയിലേക്ക് കൂടി വ്യാപിച്ചു എന്നുള്ള വാർത്ത കൂടി നമ്മളെ തേടി എത്തിയിരുന്നു. എങ്ങനെയാണ് ഈ സ്ഥലങ്ങളിലെയൊക്കെ ഉള്ള ഒരു സാഹചര്യം, അവിടെയുള്ള പ്രവർത്തനങ്ങൾ അത് എങ്ങനെ പുരോഗമിക്കുന്നു? ആര്യ, വേങ്ങൂരിലായിരുന്നു ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. അവിടെയാണ് ഇന്നലെ ഒരാളും കൂടി മരിച്ചത്. കാർത്തിയാരി അമ്മ ഈ മഞ്ഞപ്പിത്ത രോഗം സ്ഥിരീകരിച്ചത് മുതൽ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ ആയിരുന്നു മരിച്ചത്. ഈ വേങ്ങൂരിലെ സാഹചര്യമാണ് അല്പം മോശമായി തുടരുന്നത്. ഇതിനോടകം തന്നെ 200 കടന്നു മഞ്ഞപ്പിത്തം രോഗം ബാധിച്ചവരുടെ എണ്ണം. പക്ഷേ അവിടെ കർശനമായിട്ടുള്ള പരിശോധന നിരീക്ഷണങ്ങളെല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രികളിൽ പ്രത്യേകം 2 ഡോക്ടർമാരെ കൂടി അധികമായി നിയമിക്കുകയും ചെയ്തു. അതോടൊപ്പം അവിടെയുള്ള ജനകീയ സമിതി രൂപീകരിക്കുകയും ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർക്ക് ധനസമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവഴി അവിടെയുള്ളവർക്ക് ഈ വെന്റിലേറ്ററിൽ നമ്മൾ അവിടെ പോയതാണ്. വേങ്ങൂരിൽ പോയപ്പോൾ ശ്രീനിയുടെയും ശ്രീകാന്തിന്റെയും വീട്ടിൽ പോയതാണ്. അതിൽ ശ്രീകാന്തിന്റെ ഭാര്യ അഞ്ജന ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ഏകദേശം 20 ലക്ഷം കടന്നു അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള തുക. ഇത് കണ്ടെത്തുക എന്നുള്ളത് ആ കുടുംബത്തെ സംബന്ധിച്ച് വളരെ നിർധനരായ കുടുംബമാണ്. അവരെ സംബന്ധിച്ച് ഈ തുക കണ്ടെത്തുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള സാഹചര്യമായതിനാൽ നാട്ടുകാരെല്ലാവരും ചേർന്നാണ് അവിടെയുള്ളവർക്ക് എംപിയും MLAയും ഒക്കെ കൈകോർത്ത് അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റ് ഇടങ്ങളിലെയും അവസ്ഥ വ്യത്യസ്തമല്ല. ഈ ദിവസക്കൂലിക്ക് ജോലിക്ക് പോയി വരുന്നവരാണ് അവിടെ ഉള്ളവരൊക്കെ. അതുകൊണ്ട് വീട്ടിലെ ഗൃഹനാഥന്മാർക്കടക്കം മഞ്ഞപ്പിത്ത രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സാമ്പത്തികമായി കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് അവിടെ ഉള്ള വീടുകളിൽ പലർക്കും. ഒരു കോളനി ഏരിയയാണ്. പക്ഷേ അവിടെയുള്ള ആളുകളെല്ലാം കൂടി ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒക്കെ നേതൃത്വത്തിൽ എല്ലാവരും ചേർന്ന് കൃത്യമായിട്ടുള്ള വീടുകളിൽ നിരീക്ഷണം, ചികിത്സ വേണ്ടവർക്ക് വീട്ടിൽ ചികിത്സ വേണ്ടവർക്ക് അത് സംഘടിപ്പിക്കുക, സൗജന്യമായി മരുന്ന് വിതരണം ചെയ്യുക അടക്കമുള്ള കാര്യങ്ങളാണ് വേങ്ങൂരിൽ നടക്കുന്നത്. കളമശ്ശേരിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. അവിടെയും ഇത്തരത്തിൽ രോഗബാധ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. 30ഓളം പേർക്ക് ഇതിനോടകം തന്നെ മഞ്ഞപ്പിത്ത രോഗബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ സാഹചര്യമാണ്. എങ്കിൽ പോലും ആശുപത്രിയിലൊക്കെ ചികിത്സയിലുള്ളവരുണ്ട്. അവർക്കും വേണ്ട രീതിയിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും വേണ്ട ചികിത്സയും ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടർ നേരിട്ടെത്തി നഗരസഭയ്ക്കടക്കം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ആശുപത്രികളിലും വിളിച്ച് കൃത്യമായി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്തം ഇങ്ങനെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് ആരോഗ്യ വകുപ്പും ജില്ലാ കളക്ടറും വ്യക്തമാക്കുന്നത്. നവമി ദിനേശാണ് എറണാകുളത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളത്തെ സംബന്ധിച്ച് മഴയ്ക്കൊപ്പം മഞ്ഞപ്പിത്ത ബാധ അതൊരു വലിയ ആശങ്കയായി ദുരിതമായി മാറുകയാണ്. അവിടുത്തെ എറണാകുളംകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കളമശ്ശേരിയിലും വേങ്ങൂരും തൃക്കാക്കരയിലുമൊക്കെ ഈ രോഗബാധ വ്യാപിക്കുന്നു എന്നുള്ളത് ഏറെ ആശങ്ക നൽകുന്ന കാര്യമാണ്. എന്തായാലും അവിടെ മഴ മാറി നിൽക്കുന്നുണ്ട്. കൊച്ചി നഗരം മുങ്ങില്ല എന്നുള്ള ആശ്വാസവും പ്രതീക്ഷയും നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതും വലിയ ആശ്വാസം. ജി ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. അവിടെ മഴ എങ്ങനെയാണ്? ഈ റെഡ് അലർട്ട് മുന്നറിയിപ്പാണല്ലോ ഇന്നും ഉള്ളത്. എന്താണ് അവിടുത്തെ സാഹചര്യം? ഗുഡ് മോർണിംഗ് ആര്യ. റെഡ് അലർട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും മഴ അല്പം മാറി നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് രാവിലെയൊന്നും അങ്ങനെ മഴ പെയ്തിട്ടില്ല. പക്ഷെ ഇന്നലെ വൈകുന്നേരവും രാത്രിയൊക്കെ പലയിടങ്ങളിൽ ഈ കിഴക്കൻ മേഖലയിൽ ചിലയിടങ്ങളിലെങ്കിലും മഴ പെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു തുടർച്ചയായി പെയ്യുന്ന അതിശക്തമായ മഴ എന്ന നിലയിലേക്ക് അതിൽ കാര്യങ്ങൾ എത്തിയിട്ടില്ല. സാധാരണ റെഡ് അലർട്ടിന്റെ ഒരു
മഴ അങ്ങനെയാണല്ലോ, അതായത് അതിതീവ്ര മഴ എന്നാണ് പറയുന്നത്. പക്ഷെ ആ അലർട്ടിനനുസരിച്ചുള്ള മഴ എന്തായാലും കോട്ടയത്ത് നിലവിലില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ മീനച്ചിലാറും മണിമലയാറും ഒക്കെയാണ് പ്രധാനപ്പെട്ട നദികൾ. അവിടെ ഒന്നും ഈ മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും വെള്ളം എത്തിയിട്ടുമില്ല. സാധാരണഗതിയിൽ ഇതിന്റെ തുടക്ക ഭാഗങ്ങൾ ജില്ലയിലെ ഏറ്റവും കിഴക്കൻ പ്രദേശമാക്കി തീക്കോയി ഉൾപ്പെടെയുള്ള മേഖലകളിൽ മുന്നറിയിപ്പ് നിലയിലേക്കൊക്കെ എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ കനത്ത വേനലുമൊക്കെ കഴിഞ്ഞ ശേഷമുള്ള മഴയായതുകൊണ്ട് അതിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് അതൊരു ആശ്വാസമാണ്. മഴ പെയ്യുന്നുണ്ട്, പക്ഷെ അതൊരു ദുരിതമായി മാറുന്നില്ല എന്നുള്ളത് ആശ്വാസം തന്നെയാണ്. ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങളും മറ്റും എന്തായാലും ജില്ലാ കളക്ടർ ഈ അലർട്ട് മുൻനിർത്തി നിർത്തിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കൺട്രോൾ റൂമുകളും പ്രവർത്തിച്ചു വരികയാണ്. എന്തായാലും കോട്ടയത്ത് നിലവിൽ വലിയ ദുരിതങ്ങളൊന്നുമില്ലാതെ ഈ വേനൽ മഴ മുന്നോട്ട് നീങ്ങുകയാണ്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയാണ് ഈ മഴ പെയ്യുമ്പോൾ ആദ്യം ദുരിതത്തിലേക്ക് എത്തുന്നത്. നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ കണ്ടതാണ് ഇത്തരത്തിൽ ഒരാൾ പൊക്കത്തോളം വെള്ളം ഉണ്ടാകുന്ന ഒരു അവസ്ഥ, വീടുകളിൽ നിന്നൊക്കെ ആളുകൾക്ക് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നത്. അതോടൊപ്പം ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട്. എന്തായാലും അവിടെയൊക്കെ മഴ മാറി നിൽക്കുന്നു എന്നതിനപ്പുറം അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് കോട്ടയം ജില്ലയിലുള്ളത്. റെഡ് അലേർട്ടാണ്. പക്ഷെ ആ അലേർട്ടിന് സമാനമായിട്ടുള്ള മഴ ഇല്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ. ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പത്തനംതിട്ട ജില്ലയിലേക്കാണ് പോകുന്നത്. പത്തനംതിട്ടയിൽ ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, റെഡ് അലേർട്ടാണ് പത്തനംതിട്ട ജില്ലയിലും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും നല്ല മഴ പെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ നിന്നുള്ള ഒരു അനിഷ്ട സംഭവം, ദുഃഖം നൽകുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി, അവർക്കായുള്ള തെരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങൾ കൂടി. പത്തനംതിട്ട ജില്ലയില് മഴയ്ക്ക് നേരിയ ശമനമുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം രാവിലെ ഇന്ന് മഴയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നേരിയ തോതിൽ ചാറ്റൽ മഴ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം രാത്രിയിൽ കാര്യമായ രീതിയിൽ മഴ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ റെഡ് അലർട്ട് തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴുമുണ്ട്. നദികളിലും ഈ അച്ചൻകോലും പമ്പ അതുപോലെ തന്നെ മണിമലയാറ് തുടങ്ങിയ നദികളിലും ജലനിരപ്പ് കാര്യമായ രീതിയിൽ ഉയർന്നിട്ടില്ല. അപ്പൊ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ നിലവിലില്ല. പക്ഷേ ജാഗ്രതാ നിർദ്ദേശം ഈ റെഡ് അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഈ ജില്ലയിൽ തുടരുന്നുണ്ട്. മലയോര മേഖലയിലേക്കുള്ള യാത്രികാല സഞ്ചാരത്തിനും വിനോദസഞ്ചാരത്തിനൊക്കെ വിലക്കും നിലവിലുണ്ട്. കോറികളുടെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. എന്തായാലും മറ്റ് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ, മഴയെ സംബന്ധിച്ചുള്ള ദുരിതങ്ങളൊന്നും തന്നെ ജില്ലയിലില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. അതേസമയം ഇന്നലെ 3 പേരെയാണ് ഒഴുക്കിൽപ്പെട്ട് മീൻ പിടിക്കാൻ പോയും കാണാതായത്. ഇതിൽ ഒരാളുടെ മൃതദേഹം മാത്രമാണ് കിട്ടിയത്. അടൂർ മണക്കാല സ്വദേശി ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെയാണ് ഇന്നലെ മീൻ പിടിക്കാൻ പോയ കൂട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് മധ്യവയസ്കയായ പള്ളിക്കൽ സ്വദേശി മണിയമ്മാൾ. രാവിലെ തൊട്ട് മണിയമ്മാളെ കാണാതായിരുന്നു. രാവിലെ മഴയുണ്ടായിരുന്നു. കുളിക്കാൻ പോയതാണെന്നാണ് പറയുന്നത്. പക്ഷെ 11-12 മണിയോടുകൂടി പിന്നീട് മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. അതിനുശേഷം കാണാതായത് പത്തനം മണിമലയാറ്റിൽ അതിഥി തൊഴിലാളിയായ ബീഹാർ സ്വദേശി നരേഷിനെയാണ്. ഈ 3 പേർ കുളിക്കാനിറങ്ങിയപ്പോൾ ഒന്നിച്ച് കുളിക്കാനിറങ്ങുകയും ആറ്റിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. ആ നരേഷിന് വേണ്ട തിരച്ചിലും ഇപ്പോൾ ഇന്ന് രാവിലെ വീണ്ടും നടക്കും. ഇന്നലെ വൈകുന്നവരെ ഫയർഫോഴ്സും നാട്ടുകാരും അതുപോലെ തന്നെ സഹപ്രവർത്തകരൊക്കെ നരേഷിന്റെ മൃതദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയത്. പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നരേഷിന്റെയും അതുപോലെ തന്നെ ഈ ഗോവിന്ദന്റെയും കാണാതായ 2 പേർക്കും വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കുക. അങ്ങനെ ഒരു 3 സംഭവങ്ങളാണ് പത്തനംതിട്ട ജില്ലയിൽ അനിഷ്ട സംഭവങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ മഴയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായത്. എന്തായാലും ജില്ലയിൽ ഇന്ന് രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ്. മറ്റു ജില്ലയുടെ മലയോര മേഖലയിലും മറ്റു സ്ഥലങ്ങളിലൊന്നും മഴ ഇല്ലെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരുപക്ഷെ അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ വരും മണിക്കൂറുകളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് കരുതുന്നത്. അത്തരത്തിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളും തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതേസമയം ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ്. ആര്യ. ശരി, ശശിനാരായണനാണ് ആ വിവരങ്ങൾ നൽകിയത്. അതാണ് പത്തനംതിട്ടയിലെ സാഹചര്യം. നമ്മൾ എത്രത്തോളം ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞാൽ പോലും പക്ഷേ ഇത്തരത്തിൽ ചില ആളുകളെങ്കിലും അത് ലംഘിക്കുന്നു എന്നുള്ളത് അത് ഇത്തരത്തിൽ വലിയ അപകടങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം. പത്തനംതിട്ടയിൽ 3 പേരെയാണ് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ടുള്ളത്. പക്ഷേ മഴ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ വലിയ അതിശക്തമായ മഴ പെയ്യുന്നില്ല എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന വാർത്ത കൂടിയാണ്.